യെസ് ഗൈസ്, ഫൈനലി വി ബ്രോട്ട് ക്ലേ. അങ്ങനെ ഞാനും വാങ്ങി ക്ലേ. ജസ്റ്റ് കുറച്ച് ചെറിയൊരു ക്ലേ വാങ്ങിച്ച് അങ്ങനെയാണെന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ വാങ്ങിച്ചു. ജസ്റ്റ് ഇതാണ് പീസാക്കിയിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് എന്തുണ്ടാക്കി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ബ്രഷ് ഹോൾഡർ ഉണ്ടാക്കിയാലോ, അതും വാട്ടർമെലൺ തീമിൽ കേട്ടോ. സ്ട്രോബെറിനേക്കാളും വാട്ടർമെലോൺ കുറച്ചുകൂടി ലൈക്കായിട്ട് തോന്നിയപ്പോൾ വാട്ടർമെലോൺ തീം ഏകദേശം ഒരു വാട്ടർമെലോണ്ടൊക്കെ ഷേപ്പാക്കി എടുത്തു. പക്ക പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ, അതെനിക്കും അറിയാം. ബട്ട് എന്നാലും എനിക്കാകുമ്പോഴൊക്കെ ആക്കിയെടുത്തു. പിന്നെ ഞാൻ 2 ബ്രഷ് ഹോൾഡർ ആണല്ലോ നമ്മുടെ. അപ്പം ബ്രഷ് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ബ്രഷിനെ കൊണ്ട് ഒരു ഏകദേശം ഒരു ഷേപ്പാക്കി എടുത്തു. അങ്ങനെ 2 ബ്രഷ് അവിടെ പോയി പ്രസ് ചെയ്തപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടി. ശരിക്കും 3 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു ടീത്തിൻ്റെ ഒരു ഷേപ്പിലാക്കാം, അതിൽ ക്യൂട്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മാക്സിമം ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് കളർ കൊടുക്കാമെന്ന് ആലോചിച്ച് ഫസ്റ്റ് ഞാൻ ഗ്രീൻ ആണല്ലോ, അപ്പോൾ ഗ്രീന് വെച്ച് ഇത് ചെയ്തു. പിന്നെ നമ്മൾ വത്തക്കൻ്റെ മേലെ ഒരു എന്താ പറയുക, ഒരു വൈറ്റ് പോലെ തോന്നുമല്ലോ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റും കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ റെഡ്, പിന്നെ വത്തക്കൻ്റെ സീഡ്സൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സീഡ്സ് നിങ്ങളുടെ നാട്ടിൽ വത്തക്ക എന്നല്ലേ പറയാം, അതും കൂടി കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സീഡ്സിനെ എനിക്കാകുമ്പോഴൊക്കെ ആക്കി കൂട്ടി ഏകദേശം ഇതായി കിട്ടി. അക്കോർഡിംഗ് ടു മീ സോ പെർഫെക്റ്റ് അല്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് പെർഫെക്റ്റ് അല്ല. കാരണം ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഒരു ഇതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. ക്യൂട്ട് ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു ബ്രഷ് ഹോൾഡർ ഉണ്ടാക്കി. താങ്ക് യു ഗൈസ്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ സൂമായിട്ട് ഒരു എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കാര്യമായിട്ട് അറിയില്ല കേട്ടോ, അറിയുമ്പോഴൊക്കെ ചെയ്ത് കൂട്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ഡിസ്ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്താണോ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് കൂടി ചെയ്യട്ടോ. ഓക്കെ ബൈ.